ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് JRC ക്വിസാണ്. അപ്പോൾ JRC ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഓരോ ചോദ്യം നോക്കിയാലോ. കാരുണ്യ സേവന പ്രസ്ഥാനമായ റെഡ് ക്രോസ് സ്ഥാപകൻ ആരാണ്? കാരുണ്യ സേവന പ്രസ്ഥാനമായ റെഡ് ക്രോസ് സ്ഥാപകൻ ആരാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യൂനന്റ്. കാരുണ്യ സേവന പ്രസ്ഥാനമായ റെഡ് ക്രോസ് സ്ഥാപകനാണ് ജീൻ ഹെൻറി ഡ്യൂനന്റ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? ഉത്തരം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയറായി പ്രവർത്തിച്ചത് ഏത് യുദ്ധകാലത്താണ്? ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയറായി പ്രവർത്തിച്ചത് ഏത് യുദ്ധകാലത്താണ്? ഉത്തരം ബോവർ യുദ്ധകാലത്ത്. ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയറായി പ്രവർത്തിച്ചത് ബോവർ യുദ്ധകാലത്താണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായ മെയ് 8 ആരുടെ ജന്മദിനമാണ്? അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായ മെയ് 8 ആരുടെ ജന്മദിനമാണ്? ഉത്തരം വരുന്നത് ജീൻ ഹെൻറി ഡ്യൂനന്റ്. ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ ജന്മദിനമാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായ മെയ് 8. മെയ് 8 ആരുടെ ജന്മദിനമാണ്? ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ ജന്മദിനമാണ്. അടുത്തത്, 2026 ഒക്ടോബറിൽ നടക്കുവാൻ പോകുന്ന സെൻസസ് ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആയിരിക്കും? 2026 ഒക്ടോബറിൽ നടക്കുവാൻ പോകുന്ന സെൻസസ് ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആയിരിക്കും? ഉത്തരം 8ാമത്. 2026 ഒക്ടോബറിൽ നടക്കുവാൻ പോകുന്ന സെൻസസ് ഇന്ത്യയിലെ 8ാമത് സെൻസസ് ആയിരിക്കും. അടുത്ത ചോദ്യം, 2028 ഒളിമ്പിക്സ് നടക്കുന്ന നഗരം ഏതാണ്? 2028 ഒളിമ്പിക്സ് നടക്കുന്ന നഗരം ഏതാണ്? ഉത്തരം ലോസ് ആഞ്ചലസ്. 2028 ഒളിമ്പിക്സ് നടക്കുന്ന നഗരം ഏതാണ്? ലോസ് ആഞ്ചലസ്. അടുത്ത ചോദ്യം, ജില്ലാ റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആര്? ജില്ലാ റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വരുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ റെഡ് ക്രോസ് ഘടകത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജില്ലാ കളക്ടറാണ്. അടുത്ത ചോദ്യം നോക്കാം. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ്? ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 17. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് ഒക്ടോബർ 17-നാണ്. അടുത്ത ചോദ്യം, അമീബ എത്ര കോശങ്ങളുള്ള ജീവിയാണ്? അമീബ എത്ര കോശങ്ങളുള്ള ജീവിയാണ്? ഉത്തരം ഏകകോശ ജീവി. അമീബ എത്ര കോശങ്ങളുള്ള ജീവിയാണ്? ഏകകോശ ജീവിയാണ് അമീബ. അടുത്ത ചോദ്യം ഇതാണ്, രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ്? ഉത്തരം ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ഹെമറ്റോളജി. ഓർത്തു വെക്കുക, രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് ഹെമറ്റോളജി. അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം? അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം അങ്കിൾ ടോംസ് ക്യാബിൻ. അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ചൊരു ഗ്രന്ഥമാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. അടുത്ത ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. അടുത്തത്,
റെഡ് ക്രോസ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? റെഡ് ക്രോസ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഉത്തരം 1863. റെഡ് ക്രോസ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1863. എല്ലാവരും ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. റെഡ് ക്രോസ് സ്ഥാപിക്കപ്പെട്ടത് 1863. അടുത്ത ചോദ്യം, മാക്സസെ പുരസ്കാരവും ഭാരതരത്നവും നേടിയ വനിത ആരാണ്? മാക്സസെ പുരസ്കാരവും ഭാരതരത്നവും നേടിയ വനിത ആരാണ്? ഉത്തരം നോക്കൂ, മദർ തെരേസ. മാക്സസെ പുരസ്കാരവും ഭാരതരത്നവും നേടിയ വനിതയാണ് മദർ തെരേസ. അടുത്ത ചോദ്യം, 2025 നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 1-ാം സ്ഥാനം നേടിയ ചുണ്ടൻ വള്ളം ഏത്? 2025 നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 1-ാം സ്ഥാനം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? ഉത്തരം വിയപുരം ചുണ്ടൻ. 2024 നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 1-ാം സ്ഥാനം നേടിയ ചുണ്ടൻ വള്ളമാണ് വിയപുരം ചുണ്ടൻ. അടുത്ത ചോദ്യം, 2025 ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? 2025 ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം മോഹൻലാൽ. 2025 ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? മോഹൻലാലാണ്. അടുത്ത ചോദ്യം നോക്കൂ, സമരം തന്നെ ജീവിതം കേരളത്തിലെ ഒരു ജനനേതാവിൻ്റെ ആത്മകഥയാണ്. ആരുടേതാണ്? സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? കേരളത്തിലെ ഒരു ജനനേതാവിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ഇതാരുടെ ആത്മകഥയാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശുഭാംശു ശുക്ല ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശത്തേക്ക് പോയത്? ശുഭാംശു ശുക്ല ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശത്തേക്ക് പോയത്? ഉത്തരം ആക്സിയം 4. അടുത്ത ചോദ്യം നോക്കൂ, ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ഉത്തരം ദാദാ സാഹബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. അടുത്ത ചോദ്യം, നേത്രദാനത്തിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം ഏതാണ്? നേത്രദാനത്തിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം കോർണിയ. നേത്രദാനത്തിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം ഏതാണ്? കോർണിയയാണ്. അടുത്ത ചോദ്യം നോക്കൂ, മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാൻ ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്ത്? മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാൻ ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഗഗൻയാൻ. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാൻ ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയാണ് ഗഗൻയാൻ. അടുത്ത ചോദ്യം, ഓം ബിർള എത്രാമത് ലോക്സഭാ സ്പീക്കറാണ്? ഓം ബിർള എത്രാമത് ലോക്സഭാ സ്പീക്കറാണ്? ഉത്തരം 18ാമത് ലോക്സഭാ സ്പീക്കർ. ഓം ബിർള 18ാമത് ലോക്സഭാ സ്പീക്കറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നൽകുന്നത്. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ചോദ്യം ഇതാണ്, കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയറും ചെയ്തു കൊടുത്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.